നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമം. ജില്ലാ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും കിട്ടാനില്ല. വെള്ളരിക്കുണ്ട് നാട്ടക്കല്ലിൽ എലിവിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പത്മനാഭൻ ബിന്ദു ദമ്പതികളുടെ മകൾ ദീപയാണ് മരിച്ചത്. MDMA കൈവശം വെച്ച കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് കോടതി. ചെർക്കള മുട്ടത്തോടിയിലെ PA അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അബ്ദുള്ള സി എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാലിക്കടവിൽ തുടക്കമായി. ഓഗസ്റ്റ് 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 2 പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രവർത്തക കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമം. ജില്ലാ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും കിട്ടാനില്ല. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമം. ജില്ലാ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലുമില്ല. ആശുപത്രിയിലെത്തുന്ന രോഗികൾ പുറത്തുനിന്നാണ് ഇപ്പോൾ മരുന്നുകൾ വാങ്ങുന്നത്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വിതരണം ചെയ്യേണ്ട മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഏപ്രിൽ മാസത്തെ മരുന്ന് പോലും വിതരണം ചെയ്തിട്ടില്ല. ജില്ലയിൽ മാനേജർ തസ്തികയിൽ പോലും ആളില്ലാത്ത സ്ഥിതിയാണ്. കോർപ്പറേഷന്റെ കാഞ്ഞങ്ങാട് വെയർഹൌസിലും അവശ്യമരുന്നില്ലാത്ത സ്ഥിതിയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഫണ്ടിൽ നിന്നാണ് സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്നിന് പണം നൽകുന്നത്. പല സ്ഥാപനങ്ങളിലും ഫണ്ടില്ലാത്തതും മരുന്ന് വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അവശ്യമരുന്നുകൾക്ക് ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികൾ കൂടിയത് മരുന്നുക്ഷാമത്തിന് കാരണമായെന്നാണ് അധികൃതരുടെ വിശദീകരണം. മരുന്ന് വാങ്ങാൻ ഓർഡർ നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MP ജീജ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളരിക്കുണ്ട് നാട്ടക്കാലിൽ എലിവിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പത്മനാഭൻ ബിന്ദു ദമ്പതികളുടെ മകൾ ദീപയാണ് മരിച്ചത്. വെള്ളരിക്കുണ്ട് നാട്ടക്കല്ലിലെ പത്മനാഭൻ ബിന്ദു ദമ്പതികളുടെ മകൾ ദീപയാണ് വ്യാഴാഴ്ച രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത്. 5 ദിവസം മുമ്പ് ഭർത്താവ് സതീശന്റെ വെള്ളരിക്കുണ്ട് ആനമഞ്ഞളിലെ വീട്ടിൽ വെച്ച് എലിവിഷം കഴിച്ച് അവശയായ ദീപയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയ്ക്കിടെ വ്യാഴാഴ്ച രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. വെള്ളരിക്കുണ്ട് ആനമഞ്ഞളിലെ സതീശനാണ് ഭർത്താവ്. നാട്ടങ്കലിലെ പത്മനാഭന്റെയും ബിന്ദുവിന്റെയും മകളാണ്. മക്കൾ ശ്രീദീപ്ത, ശ്രീയാംദേവ്, സഹോദരങ്ങൾ ദീപു, ദിവ്യ എന്നിവരാണ്. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. MDMA കൈവശം വെച്ച കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് കോടതി. ചെർക്കള മുട്ടത്തൊടിയിലെ PA അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അബ്ദുള്ള സി എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. ലഹരിമരുന്ന് കൈവശം വെച്ച കേസിൽ പ്രതിക്ക് തടവും ശിക്ഷയും പിഴയും വിധിച്ച് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ചെർക്കള മുട്ടത്തോടി ഗ്രാമത്തിലെ PA അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അബ്ദുള്ള സി എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. 3 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴയും ഒടുക്കുന്നതിനുമാണ് വിധി. പിഴ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 3 മാസം കൂടി അധിക കഠിന തടവ് അനുഭവിക്കേണ്ടി വരും. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് വിനായക റാവു ആണ് വിധി പ്രസ്താവിച്ചത്. 2020 സെപ്റ്റംബർ 26 രാത്രി ചെർക്കളയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അബ്ദുള്ളയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്ന് 4 ഗ്രാം MDMA പിടിച്ചെടുക്കുകയായിരുന്നു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന വിഷ്ണുപ്രസാദാണ് സംഭവ സ്ഥലത്ത് വെച്ച് പ്രതിയെ പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തത്. അന്നത്തെ വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ വിജയൻ VK ആണ് അന്വേഷണം പൂർത്തിയാക്കി
കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണുഗോപാലൻ പി ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാലിക്കടവിൽ തുടക്കമായി. ഓഗസ്റ്റ് 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാലിക്കടവിൽ തുടക്കമായി. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 3 വരെയാണ് നടക്കുന്നത്. കാസർഗോഡ് ജില്ല ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ചാമ്പ്യൻഷിപ്പ് കാലിക്കടവ് കരക്കകാവ് ഓഡിറ്റോറിയത്തിലെ 4 വേദികളിലാണ് നടക്കുക. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരങ്ങൾ നടക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുമായി 800 താരങ്ങളും 100 ഒഫീഷ്യലുകളും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. പരമ്പരാഗത യോഗാസന, യോഗ, ഡാൻസ് മത്സരങ്ങൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്ക് കൂടി കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ല ആദ്യമായാണ് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 10, 12, 12, 14, 18 അത് സബ് ജൂനിയർ, ജൂനിയർ കാറ്റഗറിയാണ്. അതിനുശേഷം 18, 21, 21, 25, 25, 30, 30, 35, 35, 45 മുകളിൽ സീനിയർ കാറ്റഗറി. ഇത് കൂടാതെ പ്രൊഫഷണൽ യോഗാസന മത്സരം എന്ന് പറഞ്ഞ് നാഷണൽ റഫറിമാരായ ആൾക്കാർക്ക് പ്രത്യേക 2 ഏജ് ഗ്രൂപ്പിൽ മത്സരം. ഇത് കൂടാതെ യോഗ ഡാൻസ് മത്സരം, ഇതിൽ ഏറ്റവും കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ അഭ്യാസങ്ങളോടുകൂടിയുള്ള സംഗീതവും താളലയാത്മകമായ ഒരു ഇനമാണ് ഫ്രീ ഫ്ലോ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് 5 മത്സരാർത്ഥികൾ ഒരു ഗ്രൂപ്പിലുണ്ടാവും. അത് 5 പെൺകുട്ടികളാവാം, 5 ആൺകുട്ടികളാവാം, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ചേർന്നിട്ടുള്ളതാവാം. അതുപോലെ തന്നെ റിതമിക്, ആർട്ടിസ്റ്റിക്. റിതമിക് 2 പേർ ചേർന്നിട്ടുള്ളതാണ്. ആർട്ടിസ്റ്റിക് സിംഗിളും ഉണ്ട്, ഡബിളും ഉണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ CM മീനാകുമാരി, യോഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് B ബാലചന്ദ്രൻ, ജനറൽ സെക്രട്ടറി K രാജഗോപാൽ, സെക്രട്ടറി ഷീജ അസ്ലം, സംഘാടക സമിതി കൺവീനർ KV ഗണേഷ്, അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് MV നാരായണൻ, സെക്രട്ടറി KP പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 2 പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന സംഘടിത വ്യാപാര സംഘടനയായ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 2 പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി അധ്യക്ഷത വഹിക്കും. സ്വാഗതം. ഷാജീവൻ പെരിയ, സംഘാടക സമിതി ചെയർമാൻ. അധ്യക്ഷൻ മുഹമ്മദ് മുറിയനാവി, വ്യാപാരി സമിതി ഏരിയ പ്രസിഡന്റ്. ഉദ്ഘാടനം S ദിനേശ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്. സംഘടനാ റിപ്പോർട്ട് PK ഗോപാലൻ, ജില്ലാ പ്രസിഡന്റ്. പ്രവർത്തന റിപ്പോർട്ട് KV ദിനേശൻ, ഏരിയ സെക്രട്ടറി. ആശംസകൾ അർപ്പിക്കാൻ ഉദയകുമാർ പാലായി, ജില്ലാ ട്രഷറർ. സത്യൻ പടന്നക്കാട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി. ശശിധരൻ കൈരളി, വ്യാപാരി മിത്ര ജില്ലാ കൺവീനർ. ലിജു അബൂബക്കർ, സെക്രട്ടറി, ജില്ലാ വനിതാ കമ്മിറ്റി. A ശബരീശൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ. KV സുകുമാരൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ. ദിവാകരൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ. C അനിത, പ്രസിഡന്റ്, ജില്ലാ വനിതാ കമ്മിറ്റി. PK ഗോപാലൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ. ജില്ലാ പ്രസിഡന്റ് PK ഗോപാലൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി KV ദിനേശൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കും. ജില്ലാ ട്രഷറർ ഉദയകുമാർ പാലായി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സത്യൻ പടന്നക്കാട്, വ്യാപാരി മിത്ര ജില്ലാ കൺവീനർ ശശിധരൻ കൈരളി, ജില്ലാ വനിതാ സെക്രട്ടറി ലിജു അബൂബക്കർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ ശബരീശൻ, KV സുകുമാരൻ, ദിവാകരൻ, VK ഗോപാലൻ, വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് C അനിത എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KV ദിനേശൻ, മുഹമ്മദ് മുറിയനാവി, KV സുകുമാരൻ, T സത്യൻ, N ഗംഗാധരൻ, അനീഷ് ദീപം, K രാജേഷ്, B മധുസൂദനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഷോപ്പിക വെഡിങ്സ്,
the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രവർത്തക കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 2024 ജൂലൈ മാസത്തിൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും അതുവരെ ജീവനക്കാർക്ക് ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്നും NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ അപാകതകൾ പരിഹരിച്ച് എല്ലാ ആശുപത്രികളിലും ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പോട്ട് പോകുമ്പോൾ സംഘടനാ പ്രവർത്തനം വളരെയധികം വീക്കായിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് 2019 ശേഷം നേരത്തെ നമ്മളെ ബ്രാഞ്ച് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നമ്മളെ പ്രവർത്തനത്തിൽ ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 2016 മുമ്പ് 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരമേറ്റെടുത്തതിന് ശേഷം നമ്മുടെ അസോസിയേഷന്റെ പ്രവർത്തനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടനയായി 1,35,000 മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഘടനയായി NGO അസോസിയേഷൻ 2011-16 കാലയളവ് മാറിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ശേഷം 2019 ശേഷം നടന്ന പ്രവർത്തനം അത് ശരിക്കും സംഘടനയെ ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സംഘടനാ പ്രവർത്തനം മന്ദീഭവിച്ചു. സംഘടനയിലെ സ്ക്വാഡ് പ്രവർത്തനം അംഗീകരിച്ചു. ജനങ്ങൾ, ജീവനക്കാർ ഓഫീസുകളിൽ പോകുന്നത് കുറഞ്ഞു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ട് അസോസിയേഷന്റെ പ്രവർത്തനം താളം തെറ്റിയ അവസ്ഥയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി NGO അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജാഫർ ഖാൻ സ്ഥാനമേറ്റതിന് ശേഷമാണ് സംഘടന വീണ്ടും ഒരു പ്രതാപകാലത്തേക്ക് പോയി കഴിഞ്ഞത്. നമുക്കറിയാം ഇങ്ങനെയുള്ള സംഘടന കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മളെ നിലവിലുള്ള കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടുള്ള ഭാരവാഹികൾ മുഴുവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ബ്രാഞ്ചുകളിലും സന്ദർശനം നടത്തി. നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. എല്ലാ ജില്ലകളിലും പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സംഘടനയുടെ യഥാർത്ഥ ശക്തി നമുക്ക് മനസ്സിലാകുന്നത്. ബ്രാഞ്ച് പ്രസിഡന്റ് അശോകൻ കരുവാച്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ വത്സല കൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് AT ശശി, ജില്ലാ സെക്രട്ടറി VTP രാജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോകേഷ് MP ആചാർ, ബ്രിജേഷ് പൈനി, റെനിൽസൺ K തോമസ്, സംസ്ഥാന വനിതാ ഫോറം ജോയിന്റ് കൺവീനർ സായിദ BV, ജില്ലാ ട്രഷറർ VM രാജേഷ്,
ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എം വിജയകുമാർ, രതീഷ് പെരിയങ്ങാനം, സഞ്ജീവൻ അച്ചാംതുരുത്തി, സംസ്ഥാന കമ്മിറ്റി ഓഡിറ്റർ കെ വി സജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ഷഫീഖ് തൃക്കരിപ്പൂർ സ്വാഗതവും ട്രഷറർ എം വി രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം ചൌക്കി ഉദ്യാവറിൽ കേരള ജല അതോറിറ്റിയുടെ കീഴിൽ പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി റോഡരികിൽ കുഴികളെടുത്ത് പണി പൂർത്തിയായ ശേഷം അവ മൂടാതെ ഉപേക്ഷിക്കുന്ന അധികൃതരുടെ അശ്രദ്ധയ്ക്കെതിരെ ജനരോക്ഷം ശക്തമാകുന്നു. ഈ കടുത്ത അലംഭാവം മൂലം പ്രദേശത്ത് നിരന്തരം അപകടങ്ങൾ നടക്കുന്നുണ്ടെന്നും ഭയത്തോടെയാണ് യാത്രക്കാർ റോഡിലൂടെ സഞ്ചരിക്കുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. സമീപകാലത്ത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 9-ാം വാർഡിൽപ്പെട്ട ചൌക്കി ഉദ്യാവറിൽ ബസ് സ്റ്റാൻഡിന് സമീപം പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വലിയ കുഴികൾ എടുത്തിരുന്നു. എന്നാൽ പണി കഴിഞ്ഞിട്ടും ഈ കുഴികൾ ഇതുവരെ കൃത്യമായി മൂടിയിട്ടില്ല. ഇതിന്റെ ഫലമായി ഇവിടെ ഇതിനകം 2 അപകടങ്ങൾ സംഭവിക്കുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ചൌക്കി ഉദ്യാവറിൽ മാത്രമല്ല, ഇതിനു സമീപമുള്ള പാവൂർ പ്രദേശത്തും സമാനമായ അവസ്ഥയാണ് നിലവിലുള്ളത്. പൈപ്പ് ലൈൻ നിർമ്മാണത്തിന്റെ പേരിലെടുത്ത കുഴികൾ മൂടാതെ ജല അതോറിറ്റി അധികൃതർ സ്ഥലം വിടുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജല അതോറിറ്റിയുടെ ഈ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം കാരണം ദിനംപ്രതി ഇരുചക്രവാഹന യാത്രികരും കാൽനടയാത്രക്കാരും വലിയ അപകടങ്ങളാണ് നേരിടുന്നത്. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ തുറന്നുകിടക്കുന്ന കുഴികൾ പെട്ടെന്ന് കാണാൻ കഴിയാത്തത് വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. കൂടുതൽ ജീവഹാനികൾ ഉണ്ടാകുന്നതിനു മുൻപ് ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പ് അധികാരികളും അടിയന്തരമായി ഇടപെടണമെന്നും തുറന്നുകിടക്കുന്ന കുഴികൾ ഉടൻ മൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും ശക്തമായ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. വെച്ചിട്ടുണ്ടല്ലേ, നേരെ അവിടെ ഉണ്ടാക്കി ഓട് പോകുന്നത് വേറെ എന്തില്ല. ആ വിളിക്കുമ്പോൾ ചെല്ലുന്ന ഇപ്പൊ ഞങ്ങൾ ആക്കുന്നു, പിന്നെ ഇല്ല ഇന്നേ വരുന്നു വേറെ ഇല്ല. ഗവൺമെന്റ് ഹൈസ്കൂളും സിറാജുലുദ ഹൈസ്കൂളും പിന്നെ ബഡാജ് LP സ്കൂളും പിന്നെ 4 മദ്രസ ഇതുവരെ ഞങ്ങൾ വേണ്ടിയിട്ടില്ല. ബൈക്ക് ആക്റ്റീവ് ആക്സിഡന്റ് ആയിരുന്നു, പിന്നെയാണ് ഞങ്ങൾ വിളിക്കാൻ തുടങ്ങി. ഇവിടെ സ്ഥലമില്ല, ക്രോസിംഗ് ചെയ്യാൻ സ്ഥലം. റോഡ് നോക്കില്ല, ആകെ റോഡ് സാറേ നിങ്ങൾ റോഡൊന്ന് നോക്കിയോ? റോഡ് നോക്കിയാലറിയാം ക്രോസിംഗ് ചെയ്യാൻ. റോഡില്ലല്ലോ. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കെതുമ്പാടി പോകുന്ന റോഡ്, ഈ റോഡിൻ്റെ വശത്ത് ഈ വാട്ടർ അതോറിറ്റിക്കാർ കുഴിച്ച കുഴിയാണിത് ആ കാണുന്നത്. അത് ഇതുവരെ മൂടിയിട്ടില്ല. നിരവധി ആക്സിഡൻറ്റ് ഇവിടെ വന്നു. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ ഈ റോഡിലൂടെ തന്നെ പോകും. 2-3 കോളേജുണ്ട്, സ്കൂളുണ്ട്. മറ്റ് ബൈക്ക് യാത്രക്കാരും വെള്ളം നിറഞ്ഞു നിന്നാൽ ഇത് കാണാനില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കുഴി മൂടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കളിച്ചിട്ട് പോയത് അതിന് പിന്നെ റിപ്പയർ ഒക്കെ വന്നിട്ട് ഇത് കുറേ ആക്സിഡൻ്റ് അല്ലാന്ന്. ഹൈവേ ഇത് മലയോര ഹൈവേ അല്ലേ, ഇത് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കൊണ്ട് കഴിച്ചിട്ട് വന്നത് അതിനെ കളക്കിട്ട് ശരിയാക്കാതെ പോകേണ്ടത് ഇവിടെ പോകുന്ന ആൾക്കാർക്കെല്ലാം ഒരുപാട് നഷ്ടമാകും. അത് തണ്ണി പൊട്ടിക്കത്ത് ആടെ തണ്ണി പൊട്ടിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ, അവിടെ വരുന്നില്ല റിപ്പയർ ആക്കാൻ. ഇപ്പോൾ തണ്ണി മഴക്കാലത്ത് തണ്ണി ഉണ്ടാവും, പിന്നെ വേനൽക്കാലത്ത് തണ്ണി ഉണ്ടാവില്ല. അപ്പുറത്തെ തണ്ണിൻ്റെ ബില്ല് വരും. ഇതെല്ലാം ബില്ല് കൊടുക്കാനെല്ലാം ഉണ്ട്. നന്നായിട്ട് പണിയാക്കാനേ അവർക്ക് അറിയുന്നില്ല. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇടതു സർക്കാർ കവർന്നെടുത്ത ആനുകൂല്യങ്ങൾ തിരികെ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് കെ നീലകണ്ഠൻ MLA. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷക്കാലം ജീവനക്കാരുടെ നിരവധിയായ ആനുകൂല്യങ്ങൾ ഇടതു സർക്കാർ കവർന്നെടുത്തിട്ടുണ്ടെന്നും അവയൊക്കെ ഘട്ടം ഘട്ടമായി തിരികെ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഉദുമ MLA കെ നീലകണ്ഠൻ പറഞ്ഞു. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഇടതുഭരണകാലത്ത് സിവിൽ സർവീസ് കടന്നുപോയതെന്നും ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആത്മാഭിമാനം സംരക്ഷിക്കുമെന്നും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും പിന്തുണ ഉണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയുള്ള ശക്തമായ അണിയറ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണം. നമ്മുടെ തടഞ്ഞു വെച്ച ആനുകൂല്യം നമുക്ക് കിട്ടും. പക്ഷേ നമുക്കൊന്നറിയാം, കഴിഞ്ഞ 10 വർഷം കൊണ്ട്
ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എവിടെയെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ മറ്റ് ആനുകൂല്യങ്ങളും അത് സമയബന്ധിതമായി നിങ്ങൾക്ക് നൽകും എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നമുക്ക് ശക്തമായ നിലയിൽ നമ്മുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കഴിയട്ടെ. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി മുഖ്യഭാഷണം നടത്തി. ബ്രാഞ്ച് പ്രസിഡന്റ് രഘു ഇരിയണ്ണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വത്സല കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോകേഷ് MP ആചാർ, ബ്രിജേഷ് പൈനി, ജില്ലാ സെക്രട്ടറി VTP രാജേഷ്, ജില്ലാ ട്രഷറർ VM രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി, നവനീത് കൃഷ്ണൻ, ജയൻ OD, ഹരീഷ് കൊടക്കാട്, മനോജ് മേലത്ത്, ജയരാജ് പെരിയ, ഗിരിജ മാപ്പിടിച്ചേരി, ശിവകുമാർ, ബാലകൃഷ്ണൻ പെരിയങ്ങാനം, കുശലൻ കുറുന്തൂർ, പ്രതീഷ് K, സഫീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം നേതൃത്വത്തിൽ നവാഗതർക്കുള്ള വരവേൽപ്പും പ്രതിഭകൾക്കുള്ള അനുമോദനവും അർദ്ധവാർഷിക കൗൺസിൽ യോഗവും സംഘടിപ്പിച്ചു. സന്ദീപ് വാര്യർ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം നവാഗതർക്കുള്ള വരവേൽപ്പും പ്രതിഭകൾക്കുള്ള അനുമോദനവും അർദ്ധവാർഷിക കൗൺസിലും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഉദ്ഘാടനം നിർവഹിച്ച് നവാഗതരെ പരിചയപ്പെടുത്തി. ഞാനൊരു ഇളയരാജ ജാനകിയമ്മ SPB ഫാനാണ്. അപ്പോൾ എൻ്റെ വളരെ ഫേവറേറ്റ്, ഞാൻ ദേശീയഗാനം പോലെ കൊണ്ടു നടക്കുന്ന പല ഗാനങ്ങളും അത് ഇളയരാജ സംഗീതം കൊടുത്ത് ജാനകിയമ്മയൊക്കെ പാടിയ പാട്ടാണ്. നമ്മൾ ജാനകിയമ്മേനെ ഇപ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ അല്ലേ? അതൊരു യുവനിമിഷം ശബ്ദം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് മാച്ചിങ് ആയിട്ട് തോന്നി. വളരെ അല്ലേ, നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? വളരെ മനോഹരമായ പാട്ട്. ഒന്നുകൂടി പറയണമെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് 1982 83 പുറത്തിറങ്ങിയിട്ടുള്ള ഉദയഗീതം എന്നൊരു സിനിമയുണ്ട്. അതിൽ ഇളയരാജ മ്യൂസിക് ചെയ്തിട്ട് SPBയും ജാനകിയമ്മയും കൂടി പാടിയ പാട്ടുണ്ട്, പാടുന്നില്ലാതെ എന്നൊരു പാട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് പാട്ട് അതാണ്. ഒരു കുറേ കാലമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നൊരു പാട്ട് അതാണ്, എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടാണ്. എന്തായാലും ഞാൻ MLA ആയതിനു ശേഷം ഏറ്റവും അധികം പങ്കെടുത്തിട്ടുള്ളത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ പരിപാടികളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും ഈസ്റ്റർ ലൈനിൽ പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ വിജയത്തിന് വേണ്ടി ഏറ്റവും സജീവമായി പ്രവർത്തിച്ച സംഘടന കൂടിയാണ്. അതിൻ്റെ ഒരു നന്ദി കൂടിയാണ്. എന്തായാലും ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സംസാരിക്കാൻ പറ്റുന്ന നല്ല ഒരു നീലേശ്വരത്ത് ഒഴിവാക്കാൻ കഴിയാത്ത മരണ വീടുകൾ ഒക്കെ അവിടെ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് ആളുകൾ. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C രത്നാകരൻ നവാഗതരെ സ്വീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് MK ദിവാകരൻ പ്രതിഭകളെ ആദരിച്ചു. K സരോജിനി അർദ്ധവാർഷിക കൗൺസിൽ ഉദ്ഘാടനം നിർവഹിച്ചു. K ബാലകൃഷ്ണൻ നായർ റിപ്പോർട്ട് അവതരണവും KK ഹരിശ്ചന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. KSSPA കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബുരാജ് NK അധ്യക്ഷത വഹിച്ചു. KSSPA കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറി K ബാലകൃഷ്ണൻ നായർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് K രമേശൻ നന്ദിയും പറഞ്ഞു. KP ബാലകൃഷ്ണൻ, PP ബാലകൃഷ്ണൻ, M കുഞ്ഞാമിന, U ശേഖരൻ നായർ, CP ഉണ്ണികൃഷ്ണൻ, KK രാജഗോപാലൻ, KV രാജേന്ദ്രൻ, K കുഞ്ഞികൃഷ്ണൻ പെരിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരിവെള്ളൂരും തൃക്കരിപ്പൂരുമായി പഴയകാലത്ത് ബന്ധം വച്ചിരുന്ന ഇയക്കാട് ആനാർവയൽ മധുരക്കോട് റോഡ് പ്രതീക്ഷയേറുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണത്തിന്റെ സാധ്യത ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളും UDF നേതാക്കളും ഇയക്കാട് ആനാർവയൽ സന്ദർശിച്ചു. മോട്ടോർ വാഹനങ്ങൾ വ്യാപകമല്ലാതിരുന്ന കാലത്ത് പതിറ്റാണ്ടുകളോളം രണ്ട് പ്രദേശങ്ങളിലെയും ജനങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിച്ചുവന്ന പ്രധാന വഴിയായിരുന്നു ഇത്. പഴയകാലത്തെ പാത പുതിയ കാലത്തും യാത്രയ്ക്കായി ഉപയോഗിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഇരു പ്രദേശങ്ങളിലുമുള്ളവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യമായില്ല. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഇയക്കാട് ഭാഗം ആനാർവയൽ വരെ വർഷങ്ങളായി റോഡ് ടാറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായിട്ടില്ല. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഇയക്കാട് 6-ാം വാർഡിലെ ആനാർവയൽ റോഡ് കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ 15-ാം വാർഡ് പ്രദേശത്തെ മധുരക്കോടിനെ ബന്ധിപ്പിക്കുന്ന റോഡ് പാലം നിർമ്മാണത്തിന്റെ സാധ്യത ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളും UDF നേതാക്കളും പ്രദേശം സന്ദർശിച്ചു. പയ്യന്നൂർ മണ്ഡലത്തെ തൃക്കരിപ്പൂർ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തുന്നതിന് എളുപ്പമാർഗമാണ്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ, തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയം, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, രാജീവ് ഗാന്ധി സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് ഉൾക്കൊള്ളുന്ന വിവിധോദ്ദേശ സ്റ്റേഡിയം, തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് കരിവെള്ളൂരിൽ നിന്ന് വേഗത്തിലെത്താം എന്ന പ്രത്യേകത പാതയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു.
റോഡ് നിർമ്മാണത്തിന്റെ സാധ്യത ലക്ഷ്യമിട്ട് UDF നേതാക്കളും ഇയക്കാട് ആനാർവയൽ സന്ദർശിച്ചു. UDF ജില്ലാ ഏകോപന സമിതി അംഗവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, UDF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം ഏകോപന സമിതി അംഗവും CMP സംസ്ഥാന കമ്മിറ്റി അംഗവുമായ EV ദാമോദരൻ, UDF പഞ്ചായത്ത് കൺവീനർ VM ശ്രീധരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി V മനോഹരൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്, അതിനാൽ കാഞ്ഞങ്ങാട്. ഫർണിഷ് യുവർ ഹോം, ഫർണിഷ് യുവർ ലൈഫ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467222070. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റി PV കൃഷ്ണൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പും നടത്തി. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ PV കൃഷ്ണൻ അനുസ്മരണ പരിപാടിയും തുടർന്ന് ജനറൽ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മാധവൻ മണിയറ അനുസ്മരണ പരിപാടിയിൽ പതാക ഉയർത്തുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് രാജൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു. അവരുയർത്തിയ ചോരച്ചെങ്കൊടി ഞങ്ങളീ വാനിൽ ഉയർത്തിക്കെട്ടും അവരുയർത്തിയ മുദ്രാവാക്യം ഞങ്ങളീ ഭൂമി ശ്വാസതമാക്കും. ഇല്ല ഞങ്ങൾ പിറകോട്ടില്ല മുന്നോട്ട് ഇൻകുലാബ് സിന്ദാബാദ് CITU സിന്ദാബാദ് വരദരാജ പൈ രക്തദാന സേന ചെയർമാൻ രാമചന്ദ്രൻ മധൂർ, യൂണിയൻ ഡിവിഷൻ വൈസ് പ്രസിഡന്റുമാരായ ഗംഗാധരൻ അത്തനാടി, ചന്ദ്രശേഖരൻ ഉപ്പള,
ജോയിന്റ് സെക്രട്ടറിമാരായ മോഹനൻ കാടകം, സുരേഷ് കോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി സത്യജിത്ത് പെരിയ സ്വാഗതം പറഞ്ഞു. ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ സദാനന്ദൻ കുമ്പള, സന്ധ്യ ബസ് ഡ്രൈവർ ബാലചന്ദ്രൻ, ഷാഫി അടൂർ, യൂണിയന്റെ പ്രധാന പ്രവർത്തകരായ രത്നാകര ആൽവ, ജാനകി ബസ് കണ്ടക്ടർ ഷെരീഫ്, ശിവകുമാർ കല്ലക്കട്ട, ലതീഷ് അടൂർ, സന്തോഷ് കുമാർ ബായാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പിൽ സത്യജിത്ത് പെരിയ, രാമചന്ദ്രൻ മധൂർ, സുരേഷ് കോട്ടൂർ, ലതീഷ് BP അടൂർ, ശിവകുമാർ കല്ലക്കട്ട, വിഷ്ണു കുമ്പള, ജാനകി ബസ് കണ്ടക്ടർ ഷെരീഫ്, ദേവി ബസ് ഡ്രൈവർ പീതാംബരൻ, സതീശൻ ഇച്ചിലങ്കോട്, രാജു മഞ്ചേശ്വരം, അമൽദേവ് ബന്ദടുക്ക തുടങ്ങിയവർ രക്തദാനം ചെയ്തു. ഈ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും ചൂഷണങ്ങളും അവരുടേതായിട്ടുള്ള വേതനവർദ്ധനവും അതുപോലെ തന്നെ ജോലിസ്ഥിരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംസ്ഥാനത്തിനകത്ത് ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം നടത്തിക്കൊണ്ട് പോലീസിൻ്റെയും അതുപോലെ തന്നെ ബസ് മുതലാളികളുടെയും കിരാതമായിട്ടുള്ള മർദ്ദനങ്ങൾക്കും ജയിൽവാസമടക്കം അനുഷ്ഠിച്ചിട്ടുള്ളൊരു നേതാവായിരുന്നു സഖാവ് PV കൃഷ്ണേട്ടൻ. ബസ് തൊഴിലാളികൾക്ക് ഒന്നുമില്ലാത്ത കാലത്ത് ആ ബസ് തൊഴിലാളികളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയുടെ യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടാണ് സഖാവ് കൃഷ്ണേട്ടൻ ഈ രംഗത്ത് പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ അവരുടെ ജീവിതം കരിപ്പിടിക്കുന്നതിന് വേണ്ടി CITUവിൻ്റെ ഈ ചെങ്കൊടി പതാകയിൽ അണിനിരത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവൻ ട്രാക്ടർ ഡ്രൈവിംഗ് പരിശീലന ക്ലാസ് നടത്തി. കാരാട്ടുവയലിൽ നടന്ന പരിശീലന ക്ലാസ്സിൽ വാഹനത്തിന്റെ പ്രവർത്തന രീതി, പ്രാഥമിക തകരാറുകൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ പരിശീലനം നൽകി. ആത്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവൻ ട്രാക്ടർ ഡ്രൈവിംഗ് പരിശീലന ക്ലാസ് നടത്തി. കാർഷിക മേഖലയിൽ തൊഴിലാളികളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനും യന്ത്രവൽകൃത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും പൊതുജനങ്ങളെ കാർഷിക മേഖലയിലേക്ക് എത്തിക്കുന്നതിനും തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. കാരാട്ടുവയലിൽ നടന്ന പരിശീലന ക്ലാസ്സിൽ വാഹനത്തിന്റെ പ്രവർത്തന രീതി, പ്രാഥമിക തകരാറുകൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ പരിശീലനം നൽകി. പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവൻ ഫീൽഡ് ഓഫീസർ S. രമേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. നമ്മുടെ കാർഷിക മേഖല ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നം വിദഗ്ധ തൊഴിലാളികളുടെ അഭാവമാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവനും ആത്മയും സംയുക്തമായി ഇന്ന് കാരാട്ടുവയലിൽ കർഷക ട്രാക്ടർ പരിശീലനം നടത്തുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ, യുവാക്കൾ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് ട്രാക്ടറുകൾ ധാരാളം ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാനുള്ള ഡ്രൈവർമാർ ഇല്ലാത്തതാണ് വലിയ പ്രശ്നം. നല്ല നല്ല ട്രാക്ടറുകൾ കട്ടപ്പുറത്ത് കിടക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളിയ പരിശ്രമമാണ് ഇന്ന് നടത്തുന്നത്. ഇത് നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട്. മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്ന നാളുകളിൽ നമ്മുടെ വയലുകളിൽ ധാരാളം പുതിയ ചെറുപ്പക്കാരും പുതിയ ആളുകളും ട്രാക്ടർ ഉപയോഗിക്കാൻ പഠിച്ച ആളുകൾ ഉണ്ടായാൽ ഇവിടെയുള്ള തരിശു നിലങ്ങൾ നമുക്ക് കൃഷിയോഗ്യമാക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാടശേഖര സമിതി അംഗം P. സുശാന്ത്, കർമ്മസേന പ്രസിഡന്റ് M. മനോജ് കുമാർ, ട്രാക്ടർ പരിശീലകൻ നിഷാന്ത് മൂവാരിക്കുണ്ട്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ P. ലതാകുമാരി, K. നിഷിത, ആത്മ BTMമാരായ T. K. ശ്രീവിദ്യ, C. ഹർഷ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ബിരുദദാന ചടങ്ങ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പെരിയ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ബിരുദദാന ചടങ്ങ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. അംബേദ്കർ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ A. ബെബ്ലാറാണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ കീഴോത്ത് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഒരുക്കി തന്ന ഈ സൗഭാഗ്യത്തിന്, ഈ നല്ല നിമിഷത്തിന് ആദ്യമായിട്ട് കോളേജ് അധികൃതരോട് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. പല കാലങ്ങളിലായി അംബേദ്കർ കോളേജിലേക്ക് വരുമ്പോഴും ഇപ്പോഴെൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ
അഡ്രസ്സ് ചെയ്യുമ്പോഴും ഒരേ വികാരത്തോടെയാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റെ രണ്ടാമത്തെ യോഗത്തിലേക്കുള്ള മിനിറ്റ്സ് കൈകാര്യം ചെയ്യുമ്പോൾ പല സബ്ജക്റ്റുകളുടെ ഇടയ്ക്ക് അംബേദ്കറുടെ പേര് കണ്ടു. ഇവിടെ നടത്തിയിരുന്ന MSc ഫിസിക്സ് കോഴ്സ് നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കണ്ടത്. ഞാനത് പറയാനുള്ള കാരണം, ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഒരു വലിയൊരു പ്രശ്നത്തിന്റെ ഒരു ചൂണ്ടുപലകയാണ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള MSc ഫിസിക്സ് ഈ കോളേജിൽ നടത്തിയ, കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പ്രസിദ്ധ കോളേജുകളുടെ, മാറി വാനിയേഴ്സ് മുതൽ സേക്രഡ് ഹാർട്ട് വരെയുള്ള ഒരുപാട് കോളേജുകളിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് വിദ്യാർത്ഥികൾ പഠിക്കാനില്ല എന്നുള്ള ഒരു അവസ്ഥ ഇന്ന് സംജാതമായിരിക്കുകയാണ്. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിദ്യാഭ്യാസത്തിലൂടെ ആർജിച്ച അറിവും മൂല്യങ്ങളും സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തണമെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് മുന്നേറണമെന്നും അദ്ദേഹം പറഞ്ഞു. അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ അംബേദ്കർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് ട്രസ്റ്റി CM കബീർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ട്രസ്റ്റ് PRO C മുഹമ്മദ് കുഞ്ഞി, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ KV സാവിത്രി, വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ M സുനിത, N സുമിത, MK സുമലത, AK ചന്ദ്രാവതി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. IQAC കോർഡിനേറ്റർ P അഭിലാഷ് നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM കോവൽ സ്റ്റോർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ K കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. അനുസ്മരണ പൊതുയോഗം CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ KV സുജാത ഉദ്ഘാടനം ചെയ്തു. CPIM കോവൽ സ്റ്റോർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ CPIMന്റെ ആദ്യകാല പ്രവർത്തകനും കർഷക തൊഴിലാളി യൂണിയൻ നേതാവുമായ നാടിന്റെ ജനകീയനായിരുന്ന കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ 6ാം ചരമ അനുസ്മരണ ദിനം ആചരിച്ചു. കോവൽ സ്റ്റോർ EMS മന്ദിരത്തിൽ നടന്ന അനുസ്മരണ പൊതുയോഗം CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ KV സുജാത ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഉദാഹരണമാണ് ഇവിടെ സുശാന്ത് പറഞ്ഞ സംഭവം. ഒരു ഓഫീസ് കിട്ടുമ്പോൾ എത്രയോ കാലത്തിനപ്പുറത്ത് ആ കുടുംബത്തിനുണ്ടായേക്കാവുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുതൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രൂപത്തിലേക്ക് ഒരു കരുതൽ മാഷിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് ആ കാലഘട്ടത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ, പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ ഒരു കരുതലാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. ആ കരുതലാണ് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ള സംശയം നമ്മളിലേക്ക് ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് ഈ മാഷിന്റെ അനുസ്മരണ സമ്മേളനം നടത്തുന്ന സമയം നമുക്കറിയാം, 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് ശേഷം ലോക്കൽ കമ്മിറ്റി അംഗം V നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗം KV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ലോക്കൽ സെക്രട്ടറി A ശബരീശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V സുകുമാരൻ, N പ്രിയേഷ്, ബ്രാഞ്ച് സെക്രട്ടറി V ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം P സുശാന്ത് സ്വാഗതം പറഞ്ഞു. രാവിലെ പ്രഭാതപേരി, പതാക ഉയർത്തൽ, പുഷ്പാർച്ചന എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. GMUPS പള്ളിക്കരയിൽ നിന്ന് ഇൻസ്പയർ അവാർഡ് നേടിയതിന്റെ ഭാഗമായി ജപ്പാനിലെ സാക്കുറ ശാസ്ത്ര ക്യാമ്പയിനിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ മുഹമ്മദ് ആദിലിനുള്ള അനുമോദനം സംഘടിപ്പിച്ചു. ജനറൽ ബോഡി യോഗവും നടന്നു. GMUPS പള്ളിക്കരയിൽ നിന്ന് ഇൻസ്പയർ അവാർഡ് നേടിയതിന്റെ ഭാഗമായി ജപ്പാനിലെ സാക്കുറ ശാസ്ത്ര ക്യാമ്പിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ മുഹമ്മദ് ആദിലിനുള്ള അനുമോദന യോഗം നടന്നു. ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. പരിപാടി ഉദുമ MLA K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അസുറാബി റഷീദ്, മുനീർ തമന, രാജേഷ് പടിക്കര, ശ്രീ അക്കീം കുന്നൻ, ശ്രീ സിദ്ദീഖ് പള്ളിപ്പുഴ, ശ്രീ മാഹി കുച്ചക്കാട്, ശ്രീ സുകുമാരൻ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സരിത ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട
രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇതിവിടെ നമുക്കറിയാം, ഈ സ്കൂളിൽ നിന്നും പഠിച്ച മുഹമ്മദ് ആദിൽ എന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഒരു ശാസ്ത്ര പഠനം നടത്തിയ അടിസ്ഥാനത്തിൽ കാസർഗോഡ് DDE PV റഫീഖ് മുഖ്യാതിഥിയായിരുന്നു. CM കിഡ്സ് സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭന നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ K. ഹരിദാസ് സ്വാഗത ഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അസുറാബി റാഷിദ്, മുനീർ തമന്ന, സുകുമാരൻ പൂച്ചക്കാട്, ഹക്കീം കുന്നിൽ, മാഹിൻ പൂച്ചക്കാട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമം. ജില്ലാ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും കിട്ടാനില്ല. വെള്ളരിക്കുണ്ട് നാട്ടക്കല്ലിൽ എലിവിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പത്മനാഭൻ ബിന്ദു ദമ്പതികളുടെ മകൾ ദീപയാണ് മരിച്ചത്. MDMA കൈവശം വെച്ച കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് കോടതി. ചെർക്കള മുട്ടത്തോടിയിലെ PA അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അബ്ദുള്ള C എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാലിക്കടവിൽ തുടക്കമായി. ഓഗസ്റ്റ് 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 2 പെരിയ സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രവർത്തക കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.